നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് ഒരു ക്ഷേത്രം മലയാളികളുടെ ഒരു സെലിബ്രിറ്റി ക്ഷേത്രമാണ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ആ പേര് കേട്ടപ്പോൾ തന്നെ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായി കാണും. അപ്പോൾ ദൈവവിശ്വാസികളായ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുവാനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഓൺലൈനിൽ നോക്കിയാൽ അറിയാം, വിഷ്ണുമായ സ്വാമി എന്നാണ് കാണുന്നത്. ഇത് വന്നിട്ട് കുട്ടിച്ചാത്തൻ ദൈവം എന്നാണ് പറയുന്നത്. സംഭവം എന്താണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണും. ഇതിലുള്ള ഒരു പൂജാരി കേസിൽപ്പെട്ട് അകത്തായ വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ. കേസ് രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ പൂജാരിയെ കൊണ്ടുപോയത് കർണാടക പോലീസാണ്. ഇതിൽ വന്ന ഓഡിയോ ചാറ്റ് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു ട്രാപ്പ് പോലെയാണ് തോന്നുന്നത്. വന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പൂജയുടെ പേരിൽ യുവതിയെ പീഡിപ്പിച്ചു, പൂജാരി പിടിയിൽ എന്നതായിരുന്നു ആ വാർത്ത. ഇതിലൊരു വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുരുക്കി പറയാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ട്വിസ്റ്റിലോട്ട് വരാം. ഈ ക്ഷേത്രത്തിലെ പൂജാരിയുടെ മരുമകന് എതിരെയാണ് യുവതി കേസ് കൊടുത്തത്. കുടുംബ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വന്ന യുവതിയുടെ അടുത്ത് നിന്ന് പൂജാരി 25,000 രൂപ വാങ്ങുകയും വാട്സപ്പിൽ വന്നിട്ട് നഗ്ന സന്ദേശം അയച്ചു തരാൻ പറഞ്ഞുവെന്നും ഇല്ലെങ്കിൽ മക്കൾക്കെതിരെ പൂജ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞും ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് യുവതി പറയുന്നത്. പിന്നെ ഒരു റൂമിൽ യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതിൻ്റെ കൂടെ വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ടുമൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. പ്രധാന പൂജാരിയുടെ പേര് ഇവിടെ ഉണ്ണി ദാമോദരൻ എന്നാണ്. പൂജാരിയുടെ മരുമകൻ്റെ പേര് അരുണ് എതിരെയാണ് കേസ്. യുവതിയുടെ വോയിസ് ക്ലിപ്പിംഗ് ആദ്യം കുറച്ച് കേട്ടിട്ട് വരാം. ಫ್ರೈಡೇ ಈವ್ನಿಂಗ್ வரேன். ஃப்ரெண்ட் வருது. இல்லை இல்லை, எனக்கு ரூம் எல்லாம் அங்கே தெரியாது. ஆமாம் ஆமாம். அங்கே எதுவுமே தெரியாது இல்லையா எனக்கு, எங்கே ஸ்டே பண்ணுறது. இல்லை இல்லை, எனக்கு க்ளோஸ் ஃப்ரெண்டு தான். நீங்கள் வரீங்களா? യുവതിയുടെ സ്ക്രീൻഷോട്ടും പുറത്ത് വിട്ടത് അത് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അറിയാം, അരുണ് യുവതിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചത് മാർച്ച് 11 മറുപടി കൊടുത്തത് 12 യുവതി കൊടുത്തതിന് പിന്നെയും പൂജാരി മറുപടി കൊടുത്തത് മാർച്ച് 11 എന്നൊക്കെ ഒരുമാതിരി കൺഫ്യൂസിങ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഇതിൽ നിന്നും ചാറ്റ് എഡിറ്റ് ചെയ്തതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ അരുണിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇത് ലോക്കൽ നമ്പറല്ല, ഏതോ ഒരു വിദേശ നമ്പറായിട്ടാണ് കാണുന്നത്. ഇതിൽ നിന്നുമൊക്കെ ഇതൊരു ട്രാപ്പാണെന്നുള്ളത് മനസ്സിലാക്കാം. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിനിടയ്ക്കാണ് അരുണിൻ്റെ ഭാര്യ സഹോദരി, അതായത് പ്രധാന പൂജാരി ഉണ്ണി ദാമോദരൻ്റെ മകള് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അച്ഛൻ്റെ സഹോദരങ്ങളായ KD ദേവദാസ്, വേണുഗോപാൽ, അവരുടെ മക്കളായ പ്രവീൺ, ശ്രീരാഗ്, സ്വാമിനാഥൻ, കാശിനാഥൻ, അവരുടെ ഭാര്യമാരായ രജിത, അനഘ, ചന്ദന, മഹേശ്വരി, വെല്ലിമ്മമാരായ ലളിത, പ്രമീള, മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. പുള്ളിക്കാരി എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് തലമുറകളായിട്ട് കൈമാറി വന്ന ക്ഷേത്രമാണെന്നും മുൻ പൂജാരി വന്നിട്ട് ഇപ്പോഴത്തെ പൂജാരിയുടെ അച്ഛനാണ്. അടുത്ത പൂജാരി വന്ന് ഈ അറസ്റ്റ് ചെയ്ത അരുണാണ്. കാരണം ഉണ്ണി ദാമോദരന് ആൺമക്കളില്ലാത്തത് കൊണ്ടാണ് ഇളയ മരുമകനായിട്ടുള്ള അരുണിനെ പൂജാരി സ്ഥാനം അടുത്തത് ഏൽപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്.
ഈ ക്ഷേത്രത്തിൻ്റെ വരുമാനമാകട്ടെ കോടികളാണ്. പൂജാരിക്കും ഇവിടെ സാമാന്യം നല്ല വരുമാനം തന്നെ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇവിടുത്തെ ഏതൊരു പ്രധാന തീരുമാനവും എടുക്കുന്നതൊക്കെ പൂജാരിയാണ്. അത് കാരണം കുടുംബത്തിനാകെ ഇവരോട് ഭയങ്കര അസൂയയാണെന്നാണ് ഈ മകള് പറയുന്നത്. ക്ഷേത്രത്തിന്റെ മുതൽ അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ കോട്ട്സിൽ പറയാണ്, ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ക്ഷേത്രത്തിന്റെ ധനം, ക്ഷേത്രത്തിൽ 1 രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ. അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി കൃഷ്ണയ്യരുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടക്കുന്നുണ്ട്. 400ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന, സൗജന്യമായി ക്ഷേത്രകലകൾ അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട്. പ്രളയകാലത്ത് 15ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഉണ്ണി ദാമോദരൻ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇപ്പോഴത്തെ പൂജാരിയുടെ അച്ഛൻ്റെ 101ാമത്തെ ജന്മദിനമായിരുന്നു. അന്ന് ആ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാനായിട്ട് ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഇതിന് ഒരുപാട് എതിർപ്പുകൾ കുടുംബാംഗങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി. അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം. ക്ഷേത്രത്തിന്റെ ധനം കൊണ്ട് മൂർത്തിക്കല്ല, അതിന്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ. അമ്പലത്തില് ദിവസം അന്നദാനമുണ്ട്. ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ട് വിൽക്കുക. കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം, അന്വേഷിക്കാം. ഭണ്ണാരം ചുറ്റിക കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുക. അച്ഛനെ കൊട്ടേഷ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക. അത് പൂജാരിയുടെ സഹോദരങ്ങളും മക്കളുമാണ് ഇതിനെ എതിർത്തത്. അന്നത്തെ ആ പ്രശ്നത്തിന് പിന്നിലുള്ളവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ പൂജാരിയുടെ മകള് പറയുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക, ചെറിയ മക്കളാണുള്ളത്, എനിക്കും അനിയത്തിക്കും, അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി. ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. ഞാൻ പറയുന്നതൊന്നും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൻഡ്രൈവിലടക്കം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ടേബിളിലുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഇതാണ് ഈ പറയുന്ന ആളുകൾ. രജിത, അനഘ പ്രവീൺ, ഈ വ്യാജ പീഡന കേസിലെ മാസ്റ്റർ ബ്രെയിൻ. പിന്നെ പണത്തിനും പദവിക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ കൊച്ചു കേരളത്തിൽ നോക്കിയാൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ കണ്ടാൽ എന്ത് പറയാനാണ്. ആത്മീയതയൊക്കെ ബിസിനസ്സാക്കി മാറ്റുന്നു. സിനിമാ താരങ്ങളെയൊക്കെ വെച്ച് പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ടാണ് അറിവ്. ഇവിടെ ദൈവമല്ല, മനുഷ്യനോടാണ് ക്രൂരത കാണിക്കുന്നത്, ചൂഷണം ചെയ്യുന്നത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിന് പിറകെയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സ്വത്തിന് വേണ്ടിയിട്ട് ഒരു മാനവുമില്ലാതെ കുടുംബക്കാർ സ്വന്തം ചോരയോട് തന്നെ ചതി ചെയ്യുന്നു. പിന്നെ ഈ പൂജാരി വേറൊരു സ്ത്രീയോട് സംസാരിക്കാൻ നിന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാതെ പോകുമായിരുന്നു എന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ അനുഭവസ്ഥർ പറയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ ചൂഷണം ചെയ്തിട്ട് പണമുണ്ടാക്കുന്ന ബിസിനസ് ചെയ്യുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണെന്നുള്ളതും ഒരുപാട് പേര് ആ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ പറയുന്നു. പിന്നെ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്നുള്ളത് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോഴേക്കും അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്നവർ നിങ്ങൾക്ക് കമൻസിൽ അതെന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. അതുപോലെ
ഇനിയും ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.